എന്നത് ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ കേൾക്കുന്നുണ്ടോ? ദീപക് മലയമ്മയെ കാണുന്നില്ല. മലയമ്മ ഈ പ്രചാരണത്തിലെല്ലാം സ്ഥാനാർത്ഥിക്കൊപ്പം ഓടി ഒന്ന് ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നു. തളരണ്ട ദീപക്, എഴുന്നേറ്റോളൂ. ഇത് പരാജയമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള പാർട്ടി ആയതുകൊണ്ട് അവർക്ക് അത്ര പോലും വിഷമം ഉണ്ടാകില്ല. ദീപകിനെ ആദ്യമായി കണ്ടതിന്റെ ഒരു വിഷമമായിരിക്കും. എന്തായാലും ഈ തോൽവിയുടെ കാരണങ്ങൾ അതെന്തൊക്കെയാണെന്നാണ് അവരിപ്പോൾ കണക്ക് കൂട്ടുന്നത്? ആരൊക്കെയാണ് കാലുവാരിയത്? എനിക്കൊരു വിഷമവുമില്ല, പക്ഷേ പാർട്ടിക്കാരെ സംബന്ധിച്ച് നല്ല വിഷമമുണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ ബോധ്യമാവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അക്ഷരാർത്ഥത്തിൽ നേരത്തെ വലിയ രീതിയിൽ സമാന്തര പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കി വോട്ട് ഏതൊക്കെ വരും ഏതൊക്കെ വരില്ല എന്നൊക്കെ കണക്ക് കൂട്ടി കൃത്യമായ പട്ടികയൊക്കെ തയ്യാറാക്കി. പക്ഷേ കൂടെ നടന്നവർ തന്നെ അത് കൃത്യമായി പൊളിച്ചു കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ബൂത്ത് ലെവലിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൽപ്പാത്തി മേഖല ഉൾപ്പെടെ മൃഗീയ ഭൂരിപക്ഷം BJPയെ സംബന്ധിച്ച് NDA ക്യാമ്പിനെ സംബന്ധിച്ച് കിട്ടുന്ന മേഖലയാണ്. പക്ഷേ ആ മേഖലകളിലൊക്കെ തന്നെ ആ വോട്ട് വിഹിതം വലിയ രീതിയിൽ കുറവ് വന്നിരിക്കുന്നു. അതിൽ തന്നെ 14ാം ബൂത്ത് എന്ന് പറയുന്നത് മുരുകണി മേഖലയാണ്. അവിടെ BJPയുടെ കൗൺസിലർ ഉള്ളതാണ്. ആ മേഖലയിൽ 3ാം സ്ഥാനത്തേക്ക് NDA സ്ഥാനാർത്ഥി പോയ കാഴ്ച പോലും കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ 56, 57, 58 വരുന്ന മൂത്താന്തര ഉൾപ്പെടെ ഉള്ള മേഖലകളിലേക്ക് UDFന് കടന്നു കയറാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നേരത്തെയൊക്കെ നമ്മൾ പലപ്പോഴും സംഘപരിവാറിന് അത്രത്തോളം അടിവേരുള്ള അല്ലെങ്കിൽ BJPക്ക് അങ്ങനെ കണ്ട് അവരുടെ കോട്ട എന്ന് പറയാവുന്ന ഇടത്തേക്ക് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥി എത്തുകയും അവിടെ നിന്ന് വോട്ട് ശേഖരിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി അത് പുനരാലോചന നടത്തുകയും പരിശോധന നടത്തുകയും ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഈ അകത്തു നിന്ന് ആരാണ് പാലം വലിച്ചത് എന്നുള്ളത് പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടി വരും. നേരത്തെയൊക്കെ സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും പറഞ്ഞത് UDFനകത്തുള്ള അടിയൊഴുക്ക് അത് ഗുണകരമാകുമെന്നായിരുന്നു. എന്നാൽ സ്വന്തം പാളയത്തിലെ അടിയൊഴുക്ക് കാണാൻ കഴിയാതെ പോയി സംവിധാനത്തിന് എന്നുള്ളത് തന്നെയാണ് നമുക്ക് തുറന്ന് പറയേണ്ടി വരിക. ആ നിലയ്ക്ക് ആ കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ചില്ലെങ്കിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇപ്പോൾ കണക്ക് നിരത്തിയാണ് ഇതിനെ പ്രതിരോധിക്കാൻ NDA ക്യാമ്പ് ശ്രമിക്കുന്നത്. 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുമ്പോൾ കിട്ടിയ ഒരു ബേസ് വോട്ട് 40,000 എന്ന് പറയുന്ന ഒരു ബേസ് വോട്ട് അത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ 50,000 വോട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. 2021 സമാനമായ രീതിയിൽ തന്നെ വോട്ട് നിലനിർത്താൻ സാധിച്ചു. ഏറ്റവും ഒടുവിൽ ലോക്സഭയിലേക്ക് വരുമ്പോഴും ആ വോട്ട് വിഹിതം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കണക്കായി വേണമെങ്കിൽ പേരിന് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ആ കണക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കിലേക്ക് നോക്കുമ്പോൾ 39,500 തൊട്ട് താഴെ എത്തി നിൽക്കുന്ന സാഹചര്യമാണ്.